ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാചസ്പതി തന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു കുടുംബത്തിലെ അംഗത്തെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവിക ഒരു ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ വന്നു എന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അങ്ങനെ പിന്തുണ അറിയിക്കേണ്ട ആൾ ഞാനല്ലല്ലോ. അതിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, BJPയുടെ സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ച നിലപാടുകൾ പറയും. സ്വാഭാവികം ജില്ലാ അധ്യക്ഷൻ അല്ല, ഈ അറസ്റ്റ് സംബന്ധിച്ച് സ്വാഭാവികമായും അതിനകത്ത് ഏറെ സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം BJPയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കാലയളവിൽ 3 ദേവസ്വം മന്ത്രിമാർ ഭരണത്തിലുണ്ടായിരുന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ MP ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, വാസവനുണ്ട്, മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ്? അപ്പം മന്ത്രിമാർ പുറമേ നിൽക്കുന്നു, അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട്. അങ്ങനെ അടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കേസിൽ നിരവധി പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരാരെയും BJP നേതാക്കളൊന്നും തന്നെ സന്ദർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് തന്ത്രിയുടെ കുടുംബത്തെ? അല്ല, ഇവർ ചെങ്ങന്നൂരിൽ തന്ത്രിയുടെ കുടുംബം ഉള്ളതുകൊണ്ട് ഞാനിവിടെ എത്തി. BJP അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് BJP നേതാക്കന്മാർ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണോ വേണ്ടത്? ഇത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത, അല്ല, ഇത് രാഷ്ട്രീയമൊന്നുമില്ലാത്തൊരു വീടാണിത്. ആ വീട്ടിൽ ഈ നാട് ഞങ്ങളുടെ നാടാണിത്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ സ്വാഭാവികമായിട്ട് ജില്ലാ അധ്യക്ഷതയിൽ ഞാനിവിടെ വരണ്ടേ? അല്ല, സ്വാഭാവികമായ അവർക്കെല്ലാം വിഷമത്തിലാണല്ലോ. കുടുംബ ഗൃഹനാഥനാണ്. ഇത്രയും അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ്. കാരണം ആ മന്ത്രി അടക്കമുള്ളവരുണ്ട് ഈ കേസിൽ. ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുണ്ട്, അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത്? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് കടകംപള്ളി തന്നെ പറയുന്നു. അപ്പോൾ തന്ത്രിയിലേക്ക് BJPയുടെ ഒരു ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. തന്ത്രിയെ ചാരി മറ്റുള്ളവരെ രക്ഷിക്കാൻ, മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ട് എന്നാണ് സന്ദീപ് വാചസ്പതി